റിസർവ് ബാങ്കിന്റെ ഗവർണറാകേണ്ട യുവാവിനെയാണ് ആളുകൾ തല്ലാൻ ശ്രമിക്കുന്നത്. കണ്ടാലോ മാന്യൻ, പക്ഷെ കയ്യിലൊരു പത്ര വെടിപ്പല്ലായിരുന്നു. അതുകൊണ്ടാണ് പിള്ളേരെല്ലാം ഒത്തുകൂടിയത്. പോലീസ് ഉണ്ടായിരുന്നത് കൊണ്ട് തടി കഴിച്ചിലാക്കി. സൗദി അറേബ്യയിലെ ഏതോ കമ്പനിയിൽ എന്തൊക്കെയോ ജോലിയുണ്ടെന്ന് പറഞ്ഞ് ഏതാണ്ട് 40-ലധികം ആളുകളെ കബളിപ്പിച്ച് നാട് വിട്ടു. ഒരാളുടെ കയ്യിൽ നിന്നും 1,20,000 രൂപ വീതമാണ് വാങ്ങിയത്. പാലക്കാട് നിന്നും മുങ്ങി നേരെ എറണാകുളത്തെ പുതിയ തട്ടിപ്പ് കേന്ദ്രത്തിൻ്റെ പാലുകാച്ചൽ കഴിഞ്ഞ് കസേരയിൽ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് പൊക്കി. അവിടെ കാച്ചിയ പാലൊക്കെ ഇനി എന്ത് ചെയ്യുമോ എന്തോ. നമ്മുടെ നായകൻ്റെ പേര് എമിൽ, പത്തനംതിട്ട കോന്നി സ്വദേശി. ഇനി നാട്ടിൽ പോയി അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല, നാടുമായിട്ട് ഒരു ബന്ധവുമില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതുവരെയും വിവാഹം കഴിച്ചിട്ടുമില്ല. 1,20,000 രൂപ നൽകുമ്പോൾ വിസ, ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കമുള്ളത് നൽകും. ഫ്ലൈറ്റ് ടിക്കറ്റും കൊണ്ട് എയർപോർട്ടിൽ എത്തുമ്പോഴാണ് മനസ്സിലാകുന്നത് ഒറിജിനലിനെ തോൽപ്പിക്കുന്ന വ്യാജ ടിക്കറ്റാണ് തന്നതെന്ന്. എന്തായാലും റിസർവ് ബാങ്ക് ഗവർണറെ ഒപ്പിട്ട് തുടങ്ങിയിട്ടില്ല. ഈ കണക്കിന് പോയാൽ അതും ചെയ്തേനെ. ഇയാളിനെ ഒന്ന് നോക്കി വെച്ചോ. ഏതാണ്ട് 4-5 ജില്ലകളിൽ തട്ടിപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ജാമ്യം കിട്ടി പുതിയ തട്ടിപ്പുമായി വരും. സൂക്ഷിച്ചാൽ നല്ലത്.